നമസ്കാരം. തീർത്ഥയാത്ര എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് തിരുവൻവണ്ടൂർ മഹാവിഷ്ണു ഗോശാല കൃഷ്ണ ക്ഷേത്രത്തെക്കുറിച്ചാണ് വീഡിയോയിൽ പറയുന്നത്. ഈ വീഡിയോ ഒരു വർഷത്തിനു മുമ്പ് ചിത്രീകരിച്ചതാണ്. പാണ്ഡവീയ മഹാസത്രം നടന്ന സമയത്ത് ചിത്രീകരിച്ചതാണ്. പഞ്ചപാണ്ഡവ മഹാക്ഷേത്രങ്ങളെ ഓരോരോ വീഡിയോ ക്രമത്തിൽ അവതരിപ്പിച്ചുകൊണ്ട് നിങ്ങളിലേക്ക് എത്തിക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഈ വീഡിയോ ഞാൻ തൽക്കാലത്തേക്ക് മാറ്റിവെക്കുകയാണ് ഉണ്ടായത്. എന്നാൽ ചില തിരക്കുകൾ കാരണം എനിക്ക് മറ്റ് ക്ഷേത്രങ്ങൾ ചിത്രീകരിക്കാൻ സാധിക്കാതെ വരികയും തൃക്കൊടിത്താനം ക്ഷേത്രം ചിത്രീകരിച്ചു എങ്കിലും ആ ഫയൽസൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുകയും ഉണ്ടായി. അതിനുശേഷം ചില അസൗകര്യങ്ങൾ കാരണം അത് പൂർത്തിയാക്കാൻ സാധിക്കാതെ വന്നു. ചെങ്ങന്നൂർ പാണ്ഡവൻ പാറയെക്കുറിച്ച് ഒരു വീഡിയോ ഞാൻ അതിന് ആമുഖമായി ചെയ്തിരുന്നു. അതിന് തുടർച്ചയായിട്ട് മറ്റു വീഡിയോകളും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. അത് ക്രമത്തിൽ ചെയ്യണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഇത്രയും താമസിച്ചത്. എന്നാൽ ഇത്രയും താമസിച്ചതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. തിരുവൻവണ്ടൂർ മഹാവിഷ്ണു ഗോശാല കൃഷ്ണ ക്ഷേത്രം വളരെ ഐതിഹ്യങ്ങൾ നിറഞ്ഞ ക്ഷേത്രമാണ്. ഇനി നാട്ടിലെത്തുന്ന നേരത്ത് മറ്റു ക്ഷേത്രങ്ങളെക്കുറിച്ച് തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വിശേഷങ്ങൾ എത്തിക്കുന്നതാണ്. ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് നേരിട്ട് കടക്കാം. നമസ്കാരം. തീർത്ഥയാത്ര എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് മെയ് 17, 2024 മെയ് 17-ാം തീയതിയാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് തിരുവൻവണ്ടൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിലാണ്. തിരുവൻവണ്ടൂർ മഹാവിഷ്ണു ഗോശാല കൃഷ്ണ ക്ഷേത്രം എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ പിന്നീട് നിർമ്മിക്കപ്പെട്ടതായിട്ടുള്ള ഗോശാല കൃഷ്ണന്റെ ഒരു ക്ഷേത്രം കൂടിയുണ്ട്. ഇവിടുത്തെ ശ്രീകോവിലിന്റെ പ്രത്യേകത വട്ട ശ്രീകോവിലാണ്. 2 നിലകളിലായിട്ടാണ് ഈ ശ്രീകോവിൽ സ്ഥിതി ചെയ്യുന്നത്. വളരെ പ്രത്യേകതകളുള്ള ക്ഷേത്രമാണ്. പഞ്ചപാണ്ഡവ ക്ഷേത്രങ്ങളിൽ ഒന്നായിട്ട് കരുതപ്പെടുന്നു. ചെങ്ങന്നൂര് പാണ്ഡവർ വന്ന് താമസിക്കുകയും വനവാസകാലത്ത് അജ്ഞാതവാസകാലത്ത് താമസിക്കുകയും അവിടെ പാണ്ഡവൻ പാറ എന്നൊരു പാറയുണ്ട്. അവിടെ താമസിച്ചുകൊണ്ട് അവര് ഓരോരുത്തരും ഓരോ ക്ഷേത്രം നിർമ്മിക്കുകയും അവിടെ ആരാധിക്കുകയും ചെയ്തു. അതിൻ്റെ ഒരു ക്ഷേത്രമാണ്. ക്ഷേത്രത്തിന്റെ വിശേഷങ്ങളും അതിന്റെ പ്രാധാന്യവും ഐതിഹ്യവും ഇവിടുത്തെ പ്രത്യേകതകളും എല്ലാം നമുക്ക് ദൃശ്യങ്ങളിലൂടെ ഈ വീഡിയോയിലൂടെ കണ്ട് ആസ്വദിക്കാം. ഇന്നത്തെ വീഡിയോയിലൂടെ തീർത്ഥയാത്രയിലെ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളെ കൊണ്ടുപോകുന്നത് പഞ്ചപാണ്ഡവീയ ക്ഷേത്രങ്ങളിലൊന്നായിട്ടുള്ള തിരുവൻവണ്ടൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിലാണ്. ഇവിടെ ഇപ്പോൾ എല്ലാ വർഷവും ഈ ക്ഷേത്രങ്ങളിൽ 5 ക്ഷേത്രങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ നടത്തുന്ന മഹാവിഷ്ണു സത്രത്തിലാണ്. പഞ്ചപാണ്ഡവീയ മഹാവിഷ്ണു അഖില ഭാരതീയ സത്രം നടക്കുകയാണ്. അതിൽ കാണാനും ഭഗവാനെ ദർശിക്കാനും ഒക്കെ സാധിച്ചു തന്നെ പുണ്യമായിട്ട് കരുതുന്നു. നിങ്ങൾക്കും ആ പുണ്യം ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക എന്നുകൂടി പറയുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോവാം. തിരുവൻവണ്ടൂർ മഹാവിഷ്ണു ഗോശാല കൃഷ്ണൻ ക്ഷേത്രം ഭാരതത്തിലെ 108 വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ പ്രധാനപ്പെട്ടതും പഞ്ചപാണ്ഡവ ക്ഷേത്രമെന്ന നിലയിൽ അറിയപ്പെടുന്നതുമായ പുരാതന ക്ഷേത്രങ്ങളിൽ ഒന്നാണ്. ചെങ്ങന്നൂരിൽ നിന്നും തിരുവല്ലയ്ക്ക് പോകുന്ന വഴിയിൽ വടക്കു പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന പാമ്പണയപ്പൻ തിരുപ്പതി എന്നുകൂടി അറിയപ്പെടുന്ന തിരുവൻവണ്ടൂർ ക്ഷേത്രം പടിഞ്ഞാറോട്ട് ദർശനമായിട്ടുള്ള ചുരുക്കം ക്ഷേത്രങ്ങളിൽ ഒന്നാണ് എന്ന പ്രത്യേകതയും ഈ ക്ഷേത്രത്തിനുണ്ട്. ക്ഷേത്രത്തിൽ തുല്യ പ്രാധാന്യത്തോടെ അവതാരമായ ഗോശാല കൃഷ്ണനും കൂടി കുടികൊള്ളുന്നുണ്ട്. ഗണപതി, ശാസ്താവ്, ശിവൻ എന്നിവരാണ് ഉപദേവതകൾ. എല്ലാ ദിവസവും ഉച്ചപൂജയ്ക്ക് ശേഷം അന്നദാനം നടക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് ഇത്. നമുക്കിനി ക്ഷേത്രത്തിന്റെ ഐതിഹ്യം ഒന്ന് പരിശോധിക്കാം. അജ്ഞാതവാസക്കാലത്ത് പഞ്ചപാണ്ഡവർ ചെങ്ങന്നൂരിനടുത്തുള്ള പാണ്ഡവൻ പാറ എന്ന കുന്നിൽ താമസിച്ചെന്നും അവിടെ നിന്നും ഓരോരുത്തരും അടുത്തുള്ള ഓരോ ക്ഷേത്രങ്ങളിൽ ആരാധന നടത്തി എന്നുമാണ് വിശ്വാസം. അതിൽ നകുലൻ പൂജിച്ച മഹാവിഷ്ണുവാണ് തിരുവൻവണ്ടൂരപ്പൻ. യുധിഷ്ഠിരൻ തൃച്ചിറ്റാറ്റും, ഭീമൻ തൃപ്പുലിയൂരും, അർജുനൻ തിരുവാറന്മുളയിലും സഹദേവൻ തൃക്കൊടിത്താനത്തുമായിരുന്നു ആരാധനകൾ നടത്തിയത്. കൂടാതെ മുതുകുളത്തിനടുത്തുള്ള പാണ്ഡവർകാവ് എന്ന ക്ഷേത്രത്തിൽ കുന്തിയും ആരാധന നടത്തിയതായി വിശ്വസിക്കപ്പെടുന്നു. ഒരു ദിവസം തന്നെ ഈ 6 ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുന്നത് ഭക്തജനങ്ങൾ പുണ്യമായി കരുതുന്നു. ഈ ക്ഷേത്രങ്ങളിൽ പടിഞ്ഞാറോട്ട് ദർശനമുള്ള ഏക ക്ഷേത്രമാണ് തിരുവൻവണ്ടൂർ. മറ്റിടങ്ങളിലെല്ലാം കിഴക്കോട്ടാണ് ദർശനം. വേണാട് ഭരിച്ചിരുന്ന ശ്രീ വല്ലഭൻ കോതയുടെ 2 ശിലാശാസനങ്ങൾ
ഇവിടെയുണ്ട്. അവയിൽ കാലം രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിലും 10-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത് എന്ന് കരുതപ്പെടുന്നു. വളരെയധികം ശ്രദ്ധയുള്ള നടയാണ് ഗോശാലകൃഷ്ണൻ്റേത്. 1963 അവിടുത്തെ ഹൈസ്കൂൾ ചിത്രരചനാ അധ്യാപകനും കൃഷ്ണഭക്തനുമായിരുന്ന ദാമോദരൻ സ്വാമിക്ക് സ്വപ്നദർശനം കിട്ടിയതനുസരിച്ച് തിരുവൻവണ്ടൂർ ക്ഷേത്രത്തിന് പിന്നിൽ ഏകദേശം 50 മീറ്റർ മാറി 51 ദിവസത്തെ ശ്രമഫലമായി ഗോശാലകൃഷ്ണൻ്റെ വിഗ്രഹം ലഭിച്ചു. ഇന്നും ആ ഓർമ്മയ്ക്കായി 7 സപ്താഹങ്ങൾ 49 ദിവസം അടങ്ങുന്ന 51 ദിവസത്തെ ഉത്സവം ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. ചെങ്ങന്നൂരിൽ നിന്നും തിരുവല്ല ഭാഗത്തേക്ക് MC റോഡ് വഴി 4 കിലോമീറ്റർ പോയാൽ പ്രാവിൻകൂട് കവലയിൽ എത്താം. അവിടെ നിന്നും ഇടത്തോട്ട് തിരിഞ്ഞ് 2 കിലോമീറ്റർ പോയാൽ ഇടതുവശത്തായി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. ബസ്സിന് പോകുന്നവരാണെങ്കിൽ തിരുവൻവണ്ടൂർ ക്ഷേത്ര കവലയിൽ ഇറങ്ങി നേരെ ക്ഷേത്രത്തിലേക്ക് എത്താവുന്നതാണ്. മാന്നാർ തിരുവല്ല റൂട്ടിലും പോയാൽ ഈ ക്ഷേത്രത്തിലേക്ക് എത്താവുന്നതാണ്. മഹാവിഷ്ണുവിൻ്റെയും ഗോശാലകൃഷ്ണൻ്റെയും അത്ഭുത ചൈതന്യം നിറഞ്ഞാടുന്ന ഈ ക്ഷേത്രത്തിൽ ഒരിക്കലെങ്കിലും ദർശനം നടത്തുക. എല്ലാവർക്കും മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള ക്ഷേത്രവിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.